ഉളിക്കൽ പഞ്ചായത്തിലെ വൈത്തൂർ പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികൾ ഉൾപ്പെടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കാൽനടയായും ചെറുതും വലുതുമായ വാഹനങ്ങളും കടന്നുപോകുന്ന പാലത്തിൽ പതിയിരിക്കുന്നത് വൻ അപകടം. കാലവർഷത്തിൽ ശക്തമായി പെയ്യുന്ന മഴയിൽ കുത്തിയൊഴുകി എത്തുന്ന വെള്ളം പാലത്തിലൂടെ കവിഞ്ഞൊഴുകുന്നതാണ് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമാവുന്നത്. കാലങ്ങളായി മഴക്കാലത്ത് പാലം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള മുറവിളി അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാർ നിന്നും ഉയർന്നുവരുന്ന ആക്ഷേപം. ഈ പാലം എല്ലാ വർഷവും വെള്ളത്തിനടിയിൽ പോവുകയാണ് പതിവ്. ഈ വർഷം 4 മീറ്ററോളം വെള്ളം പാലത്തിന് മുകളിലുണ്ടായിരുന്നു. പാലത്തിന് ആകെ 3 മീറ്റർ വരുള്ളൂ. ബാക്കി മുഴുവൻ 4 മീറ്ററോളം വെള്ളം പാലത്തിന് മുകളിലുണ്ടായിരുന്നു. ഇതിന് മുകളിൽ കാണാം ഹൈടെൻഷൻ ലൈനാണ്. തൊട്ട് താഴെ കേബിൾ വെള്ളം പൊങ്ങിയും പൊട്ടിവിട്ടു. 2 പോസ്റ്റ് അവിടെ ചെരിഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാ വർഷവും ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോവാണ്. കഴിഞ്ഞ വർഷം പാലത്തിൽ വെള്ളം അരയ്ക്കപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങിപ്പോയിട്ട് വെള്ളത്തിലേക്ക് പുഴയിലേക്ക് മറിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞാണ് വണ്ടി എന്നെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ അവിടെ മറിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ പുഴയ്ക്കക്കരെ 2 ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ 2 പോസ്റ്റും ഒരു ഇലക്ട്രിക് പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റും ഉള്ള രണ്ടും വെള്ളം കയറിയിട്ട് ചെരിഞ്ഞ് അതിൻ്റെ പകുതിയോളം സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു. അങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് സൈഡിൽ പാലത്തിൻ്റെ സൈഡിലേക്ക് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അരികിലേക്ക് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ചവിട്ടി തെന്നിപ്പോകുന്ന അവസ്ഥയിലാണ്. തെന്നിപ്പോയ ആൾ വണ്ടിയുടെ അടിയിലേക്കാണ് വീട്. പലരും പാലത്തിൽ ഇപ്പോഴും വെള്ളം ഉണ്ടാവും. എന്നുവെച്ചാൽ പുഴയിൽ വെള്ളം പൊങ്ങുന്നതിനൊപ്പം തന്നെ പെയ്ത്ത് വെള്ളം മുഴുവൻ പാലത്തിൽ പൊങ്ങി നിൽക്കട്ടെ. ഉദാഹരണത്തിന് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് വെള്ളം. ആ വെള്ളം ആരെങ്കിലും ഇവിടെ നിന്ന് അവരുടെ ദേഹത്ത് ചെളിവെള്ളം നിറയ്ക്കുകയാണ്. മുകളിൽ കാനയുണ്ടാക്കിയിട്ടില്ല. റോഡിന് ശരിയായ കാനയില്ല. അതുകൊണ്ട് കാനയക്കട ഒഴുകുന്ന വെള്ളം പോലും ഒഴുകാനുള്ള വെള്ളം പാലത്തിലേക്ക് വന്ന് പാലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കവിഞ്ഞു. പാലത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടത്ര ദ്വാരം ഇട്ടിട്ടുമില്ല. നിലവിൽ പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് ആസ്വദിക്കാൻ പാലത്തിന്റെ കൈവരികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചാരി നിൽക്കാനും സാധ്യത ഏറെയാണ്. ഇത് വരുത്തിവെക്കുന്നതും വൻ ദുരന്തമായിരിക്കും. കൂടാതെ പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ചെരിഞ്ഞു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇത് മറ്റൊരു അപകട ഭീഷണിയും ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഇടപെട്ട് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉളിക്കൽ വൈത്തൂർ മണിപ്പാറ ബംഗളൂർ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽപ്പെട്ട ഒരു മെയിൻ റോഡാണ്. അതിൽ വരുന്ന ഒരു പുഴയാണ് നെച്ചാട് പുഴ. ഇത് കർണാടക ഫോറസ്റ്റ് വഴി കാലാങ്കി, മാട്ര, വട്ടിയാന്തോട്, കരുമായങ്കകുടി ഒഴുകി വളപട്ടണം എത്തുന്ന പുഴയാണ് നെച്ചാട് പുഴ എന്ന് പറയുന്നത്. ഈ പുഴയുടെ പാലം ഇപ്പോൾ പണിതിട്ട് 15 വർഷമായി. 2 വർഷം മുമ്പ് ഈ പാലത്തിന് ഇതേപോലെ കൈവരിയെല്ലാം ഉണ്ടായിരുന്നു. ഈ മലവെള്ളപ്പാച്ചത്തിൽ ഇത് കംപ്ലീറ്റ് ഒഴുകിപ്പോവുകയും പാലം വളരെ അപകടാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബന്ധപ്പെട്ടവരുമായിട്ട് നിരന്തരമായി സമ്മർദ്ദം ജോലിച്ചതിന് പേര് പ്രദേശവാസികൾ, പ്രത്യേകമായിട്ട് ഈ അടുത്ത വാസി കണ്ടെത്തൊരു ചാക്കോച്ചേട്ടന് മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം നിരന്തരം വൈദ്യുതി താമസിക്കുന്ന തുളസി ഇവരെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ട നിവേദനം മന്ത്രിയെല്ലാം കണ്ടപരമായിട്ട് ഇതൊരു മെയിൻ്റനൻസ് വർക്കായിട്ട് ഈ റോഡിൻ്റെ പദ്ധതിയിൽ ഇതിൽ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുകയാണ്. ആ ചെയ്ത വർക്കും തന്നെ ഇപ്പം വളരെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. ഈ കൈവരി വെച്ചിരിക്കുന്നതിൻ്റെ ഈ ക്രോസിങ്, ഈ സേഫ്റ്റി വെച്ചിരിക്കുന്ന ബാറ് ഇത് കംപ്ലീറ്റ് ലൂസാണ്. അന്ന് ഇത് നിർമ്മിച്ചപ്പോൾ ഇവരെ പശ തേച്ച് ഒട്ടിച്ച് വെച്ചൊരു ഇപ്പോൾ ഈ വെള്ളം വന്ന് ശക്തമായ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇതിൽ വന്ന് മരങ്ങൾ തട്ടുകയും ഇത് കംപ്ലീറ്റ് ഇളകി പോവുകയും ചെയ്തിരിക്കുകയാണ്. ടെമ്പററി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കുട്ടികളൊക്കെ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇത് വളരെ അപകടാവസ്ഥയിൽ ഇതുകൊണ്ട് ഇപ്പോൾ ഇത് ഇത്രയും ഒരു ഇതാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു തീർത്ഥാടനമാക്കിയ ഒരു ക്ഷേത്രമുണ്ട്, വൈത്തൂർ കല്യാക്ഷേത്രം. അവിടെ നിരന്തരമായ കുന്നത്തൂർ പാടിയിൽ നിന്ന് മറ്റു തീർത്ഥാടകർ വരുന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. കുട്ടികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം സഞ്ചരിക്കുന്ന വഴികളാണിത്. അവർക്ക് നടന്നു പോകാനും വെള്ളക്കെട്ട് സമയത്ത് വളരെ ഭീഷണിയായിട്ട് ഈ പാലയുടെ കൈവിടുന്ന ഉള്ള അവസ്ഥ ഇതാണ്. അതുമാത്രം അതിന് കൂടുതലായിട്ട് വളരെ പ്രയാസകരമായ ഇതിൽ സഞ്ചരിക്കാൻ പോലും വർഷകാലത്ത് ബുദ്ധിമുട്ടാണ്. ഈ പാലത്തിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം നമുക്കിപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുന്ന് വരുന്ന വെള്ളം അപ്പുറത്തേക്ക് കവിഞ്ഞു പോകാൻ വേണ്ടി ഈ പാലത്തിന് ഒരു കട്ടിങ് കൊടുത്തിട്ടില്ല, ഒരു ചാല് കൊടുത്തിട്ടില്ല. ചാല് കൊടുക്കാത്തതിൽ മഴവെള്ളവും മുകളിൽ നിന്ന് റോഡിൽ വരുന്ന 2 സൈഡിൽ നിന്ന് വരുന്ന വെള്ളവും അതിനൊപ്പം വരുന്ന ചെളികളും ഈ പാലത്തിന് മുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയും യാത്രക്കാർക്ക് നടന്നു പോകാനോ സ്കൂട്ടി, ബൈക്ക്, ഓട്ടോറിക്ഷ പോലും കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പ്രദേശം വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളാണ്. രാത്രികളിൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഈ രാമായണ മാസത്തിൽ അനേകം സ്ത്രീകളും കുട്ടികളും മറ്റേ ക്ഷേത്രത്തിൽ പോയി അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന് വലിയൊരു അപകടാവസ്ഥമായ കഴിഞ്ഞ വർഷത്തിൽ വെള്ളത്തിൽ ഇവിടെ ഒരു ഭാഗ്യമെന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വരികയും ഒരു സിഗ്നൽ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വണ്ടി അടക്കം വെള്ളത്തിൽ പോയി വലിയ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് വളരെ ഭീഷണിയായി നിൽക്കുന്ന ഈ അവസ്ഥയിലുള്ള പാലത്തിൻ്റെ അവസ്ഥ മാറ്റി ഒരു സുരക്ഷിതം നൽകി ഈ പ്രദേശവാസികളെ രക്ഷിക്കണമെന്ന് വേണ്ടപ്പെട്ട അധികാരിയോട് ഞങ്ങൾ വിനയമായി ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിൽ പെടുന്നതാണ്. ഉളിക്കൽ പഞ്ചായത്ത് മണിപ്പാറ വാർഡും വൈത്തൂർ വാർഡും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ പാലം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ പാലം
ഒരു ചെറിയ മഴ പെയ്താൽ പോലും 2 ദിവസം ഒരു ഉച്ചവരെ മഴ പെയ്താൽ പോലും ഈ പാലം മൂടി ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമല്ലാതെ വരികയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പാലം ഉയർത്തിപ്പണിതുകൊണ്ട് പുതിയൊരു പാലം അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഹൈറ്റ്, റോഡ് ഹൈറ്റിൻ്റെ ലെവൽ നോക്കിയിട്ട് പുതിയൊരു പാലം ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എത്രയും പെട്ടെന്ന് ഇത് പരിഗണിച്ചിരുന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു.